ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടൻ ആണ് മൗണ്ട് ഫൂജി. എന്നാൽ ഇതിന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മാക്സിമം 80 ഡേയ്സ് ആണ്. വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് കേബിൾ കാറുകളിൽ ഒന്നാണിത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു കേബിൾ കാറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇത് പോകുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനിക് റീജിയന്റെ ടോപ്പിലൂടെയാണ്. ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് ഈ ഒരു മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം 7 വർഷം കൂട്ടിക്കിട്ടും. ജപ്പാന്റെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള മൗണ്ടൻ. ജപ്പാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മൗണ്ട് ഫുജിയുടെ ചിത്രമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുജി കാണാൻ പോയ വിശേഷങ്ങളാണ്. ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടൻ ആണ് മൗണ്ട് ഫുജി. എന്നാൽ ഇതിന്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മാക്സിമം 80 ഡേയ്സ് ആണ്. ടോക്കിയോയിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കവാഗുച്ചിക്കോ എന്ന് പറയുന്ന ഒരു ഏരിയയിലെത്തണം. അവിടെ നിന്നാണ് ഫുജി നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. നല്ല ട്രാവൽ വരുന്നത് കൊണ്ട് തന്നെ ഗെറ്റ് യുവർ ഗൈഡ് വഴി ഒരു ഡേ ട്രിപ്പ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. മൗണ്ട് ഫുജിയുടെ വിസിബിലിറ്റി 80 ഡേയ്സ് ആണെന്ന് പറഞ്ഞാലും അത് ഒരു ഡേയിൽ ഫുൾ ടൈം വിസിബിൾ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ മൗണ്ട് ഫുജി കാണാൻ വേണ്ടിയിട്ട് ഒരു ഡേ ടൂർ എടുക്കുന്നത് നഷ്ടമാണ്. അപ്പൊ നമ്മൾ ഹാക്കോണെ എന്ന് പറയുന്ന ഒരു വോൾക്കാനിക് റീജിയൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ഒരു ഡേയിൽ മൗണ്ട് ഫുജി എപ്പോഴെങ്കിലും വിസിബിൾ ആണെങ്കിൽ നമുക്ക് മൗണ്ട് ഫുജിയും അതിന്റെ കൂടെ കാണാൻ പറ്റും. ഹക്കോണെ റീജിയനിലെ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി ഒരു കേബിൾ കാർ ആണ്. വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് കേബിൾ കാറുകളിൽ ഒന്നാണിത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു കേബിൾ കാറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇത് പോകുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനിക് റീജിയന്റെ ടോപ്പിലൂടെയാണ്. കേബിൾ കാറിൽ പോകുന്ന സമയത്ത് താഴെ നിന്ന് നമുക്ക് നല്ല സ്മോക്ക് പൊന്നുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ ആവുന്നത്. ഇതിന്റെ അടിയിൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ലാവയുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു സ്മോക്ക് അല്ലെങ്കിൽ പുക പുറത്തോട്ട് വരുന്നത്. നമ്മൾ ലക്കി ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ മൗണ്ട് ഫുജി വിസിബിൾ ആണെങ്കിൽ ഈ ഒരു കേബിൾ കാറിൽ നിന്നും നമുക്ക് മൗണ്ട് ഫുജി കാണാൻ സാധിക്കും. നമ്മൾ അത്ര ലക്കി അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മൗണ്ട് ഫുജി കാണാൻ പറ്റിയില്ല. എന്നാലും ആ ഒരു സങ്കടം ഇല്ല. നമുക്ക് അപ്പോഴും ആ ഒരു ആക്റ്റീവ് വോൾക്കാനിക് ഏരിയ ഒക്കെ കാണുന്നതുകൊണ്ട് മൗണ്ട് ഫുജി കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടവും നമുക്കില്ല. ഇവിടത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് കുറോ തമാങ്കോ എന്ന് പറയുന്ന കറുത്ത മുട്ടകൾ. ഇത് നമ്മുടെ സാധാ എഗ് തന്നെയാണ്. പക്ഷെ ഇത് ഇവര് ബോയിൽ ചെയ്യുന്നത് അഗ്നിപർവ്വതത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ചൂടുവെള്ളത്തിലാണ്. അതിന്റെ മെയിൻ കണ്ടന്റ് സൾഫർ ആണ്. ആ ഒരു സൾഫറും എഗ്ഗിന്റെ ഷെല്ലും തമ്മിൽ ഉണ്ടാവുന്ന റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഇതിന് കറുത്ത നിറം കിട്ടുന്നത്. എന്നാൽ ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് ഈ ഒരു മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം 7 വർഷം കൂട്ടിക്കിട്ടും എന്നാണ് പറയുന്നത്. അതിന്റെ പുറന്തോടിന് ഒരു കളർ ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലാണെങ്കിലും അതിന്റെ ടേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ നോർമൽ എഗ് തന്നെയാണത്. ഹക്കോണെ റീജിയനിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മറ്റൊന്നാണ് ലേക്ക് അഷിയിലൂടെ ഉള്ള ഒരു പൈറേറ്റ് ഷിപ്പ് യാത്ര. ലേക്ക് അഷി എന്ന് പറയുന്നത് അവിടുത്തെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ലേക്കാണ്. ഈ ഒരു പൈറേറ്റ് ഷിപ്പ് യാത്ര ശരിക്കും വർത്ത് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം 17-ാം നൂറ്റാണ്ടില് യൂറോപ്പിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് അവർ യൂസ് ചെയ്തിരുന്ന ഷിപ്പുകളുടെ ഒരു മോഡലിലാണ് ഈ ഒരു ഷിപ്പും ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും നമുക്കൊരു പൈറേറ്റ് ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടും. നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവര് നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇതൊരു ആക്റ്റീവ് വോൾക്കാനിക് റീജിയൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലേക്ക് വിന്റർ ടൈമിൽ ഫ്രോസൺ ആവില്ല. അത് ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈ ഒരു യാത്രയിൽ സൈഡിലായിട്ട് ചില സ്ഥലങ്ങളിൽ ഒരു ഓറഞ്ച് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ ഷ്രീനെ എന്നാണ് പറയുന്നത്. ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരു ഗേറ്റ് ആണത്.
നമ്മൾ ലക്കി ആണെങ്കിൽ ഈ ഒരു യാത്രയിലും മൗണ്ട് ഫുജി കാണാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഏരിയയിൽ ബാക്ക് സൈഡിലായിട്ടാണ് മൗണ്ട് ഫുജിയുടെ പൊസിഷൻ വരുന്നത്. ഇതിന്റെ ശരിക്കുള്ള ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു യാത്ര ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ പോയിട്ടുള്ള ദിവസം സണ്ണിയാണ്, ക്ലിയർ സ്കൈ ആണ്, എന്നിട്ട് പോലും മൗണ്ട് ഫുജി വിസിബിൾ അല്ല. അതുകൊണ്ടാണ് പറയുന്നത് മൗണ്ട് ഫുജി മാക്സിമം ഒരു വർഷത്തിൽ 80 ഡേയ്സ് മാത്രമാണ് വിസിബിൾ ആവുന്നത്. അതും ഒരു ഡേ ഫുൾ ആയിട്ട് അത് വിസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. ഹക്കോണയ്ക്ക് ശേഷം നമ്മൾ ഇനി എനോഷിമ എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഗെറ്റ് യുവർ ഗൈഡ് വഴി ബുക്ക് ചെയ്ത ഒരു ഡേ ട്രിപ്പിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് ഈ ഒരു പ്ലേസുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഹോട്ടലിൽ തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും. എനോഷിമ എന്ന് പറയുന്നത് ചെറിയൊരു ഐലൻഡ് ആണ്, എന്നാൽ പോലും ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണിത്. ഇതിനകത്ത് ഒത്തിരി ശ്രീന വഴി കടന്നു പോകുന്ന ഒരു ടെമ്പിളും പിന്നെ ഏറ്റവും ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിന്റെ ടോപ്പിൽ നമുക്ക് കയറാവുന്നതാണ്. മൗണ്ട് ഫുജി വിസിബിൾ ആണെങ്കിൽ അവിടെ നിന്നും നല്ല 360 ഡിഗ്രിയിൽ കടലും മൗണ്ട് ഫുജി ഒക്കെയുള്ള ഒരു വ്യൂ നമുക്ക് കാണാവുന്നതാണ്. ജപ്പാനിലെ ടെമ്പിളുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് ഭയങ്കര രസമാണ് കാണാനാണെങ്കിലും വിസിറ്റ് ചെയ്യാനൊക്കെ. അപ്പൊ കയറുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു സെറ്റപ്പ് കാണാൻ പറ്റും. നമ്മളെ കൈയും മുഖമൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം വേണം അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാന്. ഈ ഒരു ഡ്രാഗന്റെ പ്രതിമയ്ക്ക് പിന്നില് വലിയൊരു ഐതിഹ്യമുണ്ട്. ഈ ഒരു ഡ്രാഗൺ ഈ ഒരു കടലിൽ ജീവിച്ചിരുന്നു എന്നും ഈ ഒരു കരയിൽ ജീവിച്ചിരുന്ന ആളുകളെ അത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു എന്നുമാണ് ആ ഒരു കഥ. എന്നാൽ ഈ ഒരു ടെമ്പിളിലെ ദേവിയാണ് അവരെ ഈ ഒരു ഡ്രാഗണിൽ നിന്നും രക്ഷിക്കുന്നത്. നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ജപ്പാനിൽ ഇപ്പം ചെറി ബ്ലോസം സീസൺ ആണ്. എവിടെ നോക്കിയാലും ഒത്തിരി ചെറി ബ്ലോസം ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാൻകുഞ്ഞ് ഈ ഒരു ചെറി ബ്ലോസം ഫ്ലവേഴ്സ് കഴിക്കുന്നതാണ്. ശരിക്കും ഈ ഒരു സീസണിൽ അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു ചെറി ബ്ലോസം ഫ്ലവറിലുള്ള ഹണിയാണ്, തേനാണ് എന്നാണ് പറയുന്നത്. ജപ്പാനിലെ എല്ലാ ടെമ്പിളും ഭയങ്കര സ്പെഷ്യൽ ആണ്. എന്നാൽ മറ്റുള്ള ടെമ്പിളിൽ നിന്നും ഈ ഒരു എനോഷിമ ടെമ്പിളിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ലൊക്കേഷൻ ആണ്. ചുറ്റും കടല്, അതിന്റെ നടുക്കുള്ള ഒരു മല, അതിൽ ഒത്തിരി സ്റ്റെപ്പ് കയറി പോയിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പിളിൽ എത്തുന്നത്. അതിന്റെ ആ ഒരു ടെമ്പിളിന്റെ വ്യൂ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള വ്യൂവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എനോഷിമ ഐലൻഡ് വിസിറ്റ് ചെയ്തതോടുകൂടി ഈ ഒരു ഗൈഡഡ് ടൂറിലെ നമ്മളുടെ എല്ലാ ലൊക്കേഷൻസും നമ്മൾ കവർ ചെയ്തു. തിരിച്ച് നമ്മളെ അവർ ടോക്കിയോയിൽ എത്തിച്ചു തരും. എന്നാൽ നമ്മുടെ ട്രാവൽ ഗൈഡ് നമുക്കൊരു ടിപ്പ് പറഞ്ഞു തന്നു. എല്ലാ ദിവസവും രാത്രി 7:30 ശേഷം ടോക്കിയോ മെട്രോപൊളിറ്റൻ ബിൽഡിങ്ങിൽ ഫ്രീ ആയിട്ട് ലേസർ ഷോ ഉണ്ട്. അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. Two rabbits. Now an owl cat. Now a tiger. Now a rabbit. Okay, doesn't this look for real? നമ്മൾ ഓരോ സ്ഥലം ട്രാവൽ ചെയ്യുന്ന സമയത്തും ആ ഒരു ഫുഡ് സെർവ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് ഫോക്കിന്റെ കൂടെ ഒരു സ്പൂണാണ് കഴിക്കാൻ കിട്ടുന്നത്. എന്നാൽ യൂറോപ്പിൽ വരുമ്പോൾ ഫോക്കിന്റെ കൂടെ നൈഫായിരിക്കും കിട്ടുന്നത്. എന്നാൽ ഇതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജപ്പാനിൽ അവർ ഫുഡിന്റെ കൂടെ 2 ചോപ്സ്റ്റിക് ആണ് തരുന്നത്. നമുക്ക് വേറെ ഒന്നും കിട്ടില്ല, എന്നാൽ കൈ കൊണ്ടും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ 2 ദിവസം ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളും ആ ഒരു രീതിയായിട്ട് അഡാപ്റ്റ് ആയി പോകും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രമേറിയ നഗരമാണ് ടോക്കിയോ എന്ന് പറയുന്നത്. ടോക്കിയോയിലെ കാഴ്ചകൾക്ക് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ജപ്പാനിലെ തന്നെ മറ്റൊരു നഗരമായ ക്യോത്തോയിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നാണ് ജപ്പാന്റെ ഷിൻകാൻസൻ. ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം 450 കിലോമീറ്റർ വെറും 2.5 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത്. ജപ്പാനൊക്കെ ട്രാവൽ ചെയ്യുന്നവര് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇവരുടെ ഹൈ സ്പീഡ് ട്രെയിനുകൾ അഥവാ ഷിൻകാൻസൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പോകുന്ന വേഗതയിലാണ് ഇത് പോകുന്നത്.
അതുപോലെ കഴിഞ്ഞ 60 വർഷമായിട്ട് ഈ ഓടുന്ന ട്രെയിനുകൾ ഒരിക്കൽ പോലും 1 മിനിറ്റിൽ കൂടുതൽ ലേറ്റായി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊരു ലോക റെക്കോർഡ് തന്നെയാണ്. മാക്സിമം ഡിലേ എന്ന് പറയുന്നത് 1 മിനിറ്റിൽ താഴെയാണ്. ഈ ഒരു ട്രെയിൻ അപകടത്തിൽ ഇന്ന് വരെ ഒരാളും മരിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഭയങ്കര ഒരു സംഭവമാണ്. എർത്ത് ക്വേക്ക് അഥവാ ഭൂമി കുലുക്കം വളരെ കോമൺ ആയിട്ടുള്ള ജപ്പാനിൽ അവരുടെ ടെക്നോളജിയാണ് ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എർത്ത് ക്വേക്കിന്റെ ആദ്യത്തെ സിഗ്നൽസ് വരുമ്പോൾ തന്നെ എല്ലാ ഹൈ സ്പീഡ് ട്രെയിനുകളും സഡൻ ബ്രേക്ക് ഇടും. ശരിക്കും അവരുടെ ടെക്നോളജികൾ തന്നെയാണ് ഈ ഒരു ലോകത്തില് അവരുടെ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇയർലി എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും ജപ്പാൻ ഇപ്പം നമ്പർ 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷിൻകാൻസൻ ട്രെയിനുകളുടെ ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്യുന്നതാണ് നല്ലത്. 30 ദിവസം മുന്നെയാണ് ഈ ഒരു ടിക്കറ്റുകൾ അവൈലബിൾ ആകുന്നത്. അപ്പൊ മാക്സിമം നമുക്ക് എത്ര നേരത്തെ ടിക്കറ്റുകൾ റിസർവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ജപ്പാനില് നോർമലി പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൽ നമുക്ക് ഫുഡ് അലൗഡ് ആണ്. ഇതിനു വേണ്ടിയിട്ട് ട്രെയിൻ സ്റ്റേഷനുകളിൽ പ്രത്യേകം ബെൻഡോ ബോക്സുകൾ അഥവാ ലഞ്ച് ബോക്സുകൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ജപ്പാൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.